സർവീസും ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സർവീസ് എന്താണ് ഗുഡ്സ്? അപ്പോൾ അവിടെയാണ് നിങ്ങൾ ആ 5I എന്ന് പറഞ്ഞൊരു ഏരിയ തന്നിട്ടുണ്ട്. 5I 5Iയിൽ തുടങ്ങുന്ന വേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാ? ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി, ഇൻടാഞ്ചിബിലിറ്റി, അല്ലേ? പിന്നെ എന്തൊക്കെയാ വരുന്നത്? ഇൻവെൻട്രി, ദെൻ ഇൻവോൾവ്മെൻറ്റ്. ഈ 5 ടേമാണ് അവിടെ വരുന്നത്. ഇൻകൺസിസ്റ്റൻസി, ഇൻടാഞ്ചിബിലിറ്റി, ഇൻസെപ്പറബിലിറ്റി, ഇൻവെൻട്രി, ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഓരോ ടേമും എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ്, സർവീസസിൻ്റെ ഫീച്ചേഴ്സ്. ആ 5 ടേം പഠിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം. ഗുഡ്സും സർവീസും തമ്മിലുള്ള വ്യത്യാസം എഴുതാം. എളുപ്പമാണ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ ഗുഡ്സിൻ്റെ കേസിൽ ഗുഡ്സ് ടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാനും തൊടാനും പറ്റും, അല്ലേ? ഗുഡ്സ് നമ്മുടെ പ്രൊഡക്റ്റുകൾ, അതാണ് ഗുഡ്സ്. ഒരു ബിസിനസ് അവർ ഡീല് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് കാണാൻ പറ്റൂലേ, തൊടാൻ പറ്റൂലേ, ഉപയോഗിക്കാൻ പറ്റൂലേ? അതാണ് ടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വി കനോട്ട് സീ, ഫെൽറ്റ് ഓർ ടച്ച്. അപ്പോൾ അതാണ് സർവീസസ്. ഒരു ഡോക്ടർ കൊടുക്കുന്ന ചികിത്സ, ഒരു ലോയർ കോടതിയിൽ ചെയ്യുന്ന കാര്യം, അത് ലോയറിനെ കാണാം, അതൊക്കെ പറ്റും. പക്ഷേ ആ സർവീസ്, ഇപ്പോൾ എന്താ പറയുക, ബാർബർ ഷോപ്പിൽ വരുന്ന അത് സർവീസാണ്. ഹോട്ടലിൽ കൊടുക്കുന്ന സർവീസ്, ആ സർവീസ് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ആയിരിക്കുമ്പോൾ ആ സർവീസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. ആ അത് ഇൻടാഞ്ചിബിളാണ്. അതിനൊരു വിലയുണ്ട്, അതിന്, അല്ലേ? ഒരു വില ഇടുന്നുണ്ട്, ഒരു പ്രൈസ് ഉണ്ട്. സർവീസിനാണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും അത് എക്സ്ചേഞ്ച് ചെയ്താൽ ഒരു കൺസിഡറേഷൻ ഉണ്ട്, ഒരു പൈസ, അതിന് വില ഇടുന്നുണ്ട്. മനസ്സിലായോ? ഒരു ഓട്ടോ റിക്ഷക്കാരൻ നിങ്ങളൊരു ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കൊണ്ടേ ഇറക്കിയാൽ, അടുത്ത സ്റ്റോപ്പിൽ കൊണ്ടേ ഇറക്കിയാൽ അതിനൊരു പൈസ ഉണ്ട്, അല്ലേ? മീറ്റർ കാശ് കൊടുക്കണം. അപ്പോൾ എന്ന് പറയുന്നത് അതൊക്കെ സർവീസായിട്ടാണ് നമ്മൾ രൂപപ്പെടുത്തുക. ഇവിടെ നിങ്ങൾ എഡ്യൂക്കേഷൻ, അതൊരു സർവീസാണ്, സർവീസ് ഓറിയൻറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സർവീസ്, ഹോസ്പിറ്റൽസ്, അല്ലേ? സർവീസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ, മെയിൻ ഐഡിയ ഉണ്ടാവണം. മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ടാവും, ട്രേഡിങ് കൺസേൺസ് ഉണ്ടാവും, സർവീസ് കൺസേൺസ് ഉണ്ടാവും, അല്ലേ? സർവീസ് കൺസേൺ എന്ന് പറഞ്ഞാൽ സർവീസ് കൊടുക്കുന്ന കൺസേൺസ് ആണ്, സർവീസാണ്. അവിടെ സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ആണ് ഒരു ഡിഫറൻസ്. ഇനി ഗുഡ്സും സർവീസും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് ആണെന്ത്? അത് നമുക്ക് ഇതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് അവിടെയുണ്ട്. ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ്, മറ്റേതോ ഒരു ആക്ടിവിറ്റിയാണ്, അല്ലേ? ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ഈവൻ്റ് അവിടെ നടക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. നമ്മളിത് എടുത്തിട്ട് അതെടുത്ത് അതിൻ്റെ പൈസ തരും, അങ്ങനെയല്ലല്ലോ. നമ്മുടെ ചിലപ്പോൾ ഈ കഴിവായിരിക്കാം, ഒരാളുടെ കഴിവായിരിക്കും അവിടെ പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷനോ വെയർ ഹൗസിങ്ങോ, ഇതൊക്കെ ഒരു സർവീസായിട്ടാണ് വരുന്നത്. നമ്മൾ പഠിച്ചെടുത്ത അല്ലെങ്കിൽ ഒരു തൊഴിലവസരമായിരിക്കും സർവീസായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകൺസിസ്റ്റൻറ്റ് ഗുഡ്സിൻ്റെ കേസിൽ കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പ്രൊഡക്റ്റാണ് കിട്ടുക. അതായത് ഈ കമ്പനിയിൽ നിന്നാണല്ലോ ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നത്, എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ ആദിലിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇവരും ആ കടയിൽ കയറിയേ കിട്ടുള്ളൂ, വേറെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നടക്കൂല. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയുള്ള പ്രൊഡക്റ്റാണ്. അതാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാലോ ഡിഫറെൻറ്റ് കസ്റ്റമറാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ചിലപ്പോൾ ഇവനൊരു ബാർബർ ഷോപ്പിൽ പോയി മറ്റേ ഹെയർ ബോംബെ കട്ട് ചെയ്യണമെന്നായിരിക്കും അവൻ്റെ ആഗ്രഹം. ഇവൻ ബോംബെ കട്ട് ചെയ്തു. ഇവൻ വന്നു, ഇവന് ഫ്ലവർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അവൻ ഫ്ലവർ ചെയ്തു. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ടേസ്റ്റാണ്, അല്ലേ? ചിലർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചപ്പാത്തി ഓർഡർ ചെയ്യുന്ന ചിലവർ അത് ഇഷ്ടമുള്ളത് പറയാം, അങ്ങ് വരികയാണ്. മറ്റ് ഗുഡ്സിൻ്റെ കേസിൽ അങ്ങനെ പറ്റില്ല, അല്ലേ? അതായത് നമുക്കുള്ള പാക്കേജ്ഡ് ഗുഡ്സ് ഇല്ലേ, സാധനങ്ങൾ, അത് എല്ലാവർക്കും അവൈലബിളാണ്. മീൻസ് കൺസിസ്റ്റൻറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചാണ് ഓരോ കമ്പനീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മേടിച്ചുകൊണ്ട് പോകാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അവിടെ ചോയ്സ് ഉണ്ട്, ചോയ്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നിർബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ അവിടെ വരുന്നത്. മാർക്കറ്റിൽ ലഭ്യമായതെല്ലാം കൊണ്ടുപോകാനേ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസബിളാണ്. ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാം, പേഴ്സണലൈസ് ചെയ്യാം, അല്ലേ? നമ്മുടെ മൊബൈലിൽ തീമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നില്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇഷ്ടമുള്ള രീതിയിൽ സർവീസിനെ മാറ്റാം. ഇനി വരുന്നതാണ് ഇൻവെൻട്രി ഇല്ല, അതായത് സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് വരുന്നത് എവിടെയാണ്? ഗുഡ്സിൽ. മറ്റേടത്ത് സ്റ്റോക്ക് കെട്ടിക്കിടക്കുമോ? ഇൻവെൻട്രി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ഉൾപ്പെടുത്തിയ തരാം. പിന്നെ വരുന്ന ഒരു ടേമാണ് സെപ്പറബിലിറ്റി, ഇൻസെപ്പറബിൾ. ഇത് മാനുഫാക്ചർ ചെയ്യുന്നതും ഇത് കൺസ്യൂം ചെയ്യുന്നതും രണ്ട് സമയത്താണ്, അല്ലേ? ഇത് ചിലപ്പോൾ നോയിഡയിലോ ബോംബെയിലോ പിന്നെ ജമ്മു കാശ്മീരിലോ അവിടെ എവിടെയെങ്കിലൊക്കെ അല്ലെങ്കിൽ കർണാടകയിലോ, അല്ലേ, ഹൊസൂറിലോ ഒക്കെ നിർമ്മിച്ച സാധനം
ഇങ്ങോട്ട് വരുന്നു അല്ലേ, വണ്ടിയിലോ റെയിൽവേയിലോ ഒക്കെ വരുന്നു, അവരുടെ ഷോപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, സാധാരണ കസ്റ്റമർ പോയി മേടിക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കിയത് എവിടെയാണ്? അവരുടെ ഫാക്ടറിയിൽ, കമ്പനീൻ്റെ ഫാക്ടറിയിൽ, അത് എവിടെയോ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കിട്ടി നമ്മളത് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് കൺസെപ്ഷനും മാനുഫാക്ചറിങ് രണ്ട് സമയത്താണ്. അതാണ് സെപ്പറബിൾ. അത് രണ്ട് സെപ്പറബിൾ ആണ്. പക്ഷേ ഗുഡ് സർവീസിൻ്റെ കേസിൽ ഇൻസെപ്പറബിളാണ്. അതാ പറഞ്ഞത്, ഇവന് മുടി വെട്ടാൻ പോയി, ഇവിടെ പോയി ഇരുന്നിട്ട് പിന്നെ നാളെ അത് വെട്ടിത്തരണം എന്ന് പറഞ്ഞ് നടക്കുമോ? അവൻ വരണ്ടേ അവിടെ? ഇൻസെപ്പറബിളാ. ആളുണ്ടെങ്കിലേ അത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഡോക്ടറിൻ്റെ അടുത്ത് ആൾ പോയാലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. രണ്ടുപേരും ഉണ്ടാവണം, സെല്ലറും ബയ്യറും. ഐ മീൻ അത് ആർക്കാണോ വേണ്ടത്, സർവീസ് ആർക്കാണോ വേണ്ടത്, സർവീസ് കൊടുക്കുന്ന ആളും അറ്റ് ദ സെയിം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ, സർവീസ് നടക്കുള്ളൂ. ഗുഡ്സ് പോലെയല്ല. ഗുഡ്സ് എപ്പോഴെങ്കിലും മേടിക്കുക, എപ്പോഴെങ്കിലും അത് ഉപയോഗിക്കാം. അതാണ് വ്യത്യാസം. അപ്പോൾ ഗുഡ്സിൻ്റെ കേസിൽ സെപ്പറബിൾ ആണ്, സർവീസിൻ്റെ കേസിൽ ഇൻസെപ്പറബിൾ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ 5 ടേം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സർവീസിനെ കുറിച്ചും എഴുതാം, ഗുഡ്സിൻ്റെ ആ ഡിഫറൻസും എഴുതാം. അപ്പോൾ ഡിഫറൻസ് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് ഓർത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഡിഫറൻസിൻ്റെ ചോദ്യമാണ് വരുന്നതെങ്കിൽ ബോക്സ് വരയ്ക്കണം. 5 മാർക്കിന് ചോദ്യമാണെങ്കിൽ 5 പോയിൻ്റ് അവിടെ ഉണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഡിഫറൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുന്ന കാര്യമായിരിക്കും ഇവിടെ പറയേണ്ടത്. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ ഇൻസെപ്പറബിൾ എന്ന് പറഞ്ഞു, അപ്പുറത്ത് നിങ്ങൾ ഇൻകൺസിസ്റ്റൻസ് പറഞ്ഞു. അത് ശരിയാവില്ല. ഇവിടെ ഇൻസെപ്പറബിൾ പറഞ്ഞാൽ അവിടെ സെപ്പറബിൾ എന്ന് തന്നെ പറയണം. വ്യത്യാസമല്ലേ നമ്മൾ പറയുന്നത്, 2 പോയിന്റ് തമ്മിലുള്ള വ്യത്യാസം അവിടെ പറയുന്നത്. അപ്പോൾ അതിന് ഡിസ്റ്റിങ്വിഷ് തന്നെ പറയണം, ഡിഫറൻസ് തന്നെ എഴുതി വെക്കണം. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞേ? അപ്പോൾ ഒരു കോളം വരയ്ക്കുക, ഒരു ടേബിൾ വരയ്ക്കുക. 3 മാർക്കിന് ചോദ്യമാണെങ്കിൽ 3 പോയിന്റ് എഴുതുക. 2 മാർക്കിന് ചോദ്യം അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സാധാരണ തിയറി എഴുതുന്ന പോലെ എഴുതി പരത്തി വിടരുത്. ഡിഫറൻസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം മിഷാലെ? കോളം വരയ്ക്കണം, കോളം വരച്ചിട്ട് എഴുതണം. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനിയും നിങ്ങളെ എക്സാം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. മനസ്സിലാക്കരുത്, അതേ രീതിയിൽ ചെയ്യുക. അത് ആ ഡിഫറൻസ് വരുമ്പോൾ ആ രീതിയിൽ പഠിച്ചിട്ട് ചെയ്യണം. ഓർമ്മയിലുണ്ടാവണം ഇന്നത് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ഈ കാക്ക ഡാഷിട്ട പോലെ എഴുതിയിട്ട് കാര്യമില്ല. അതൊന്നും ആരും നോക്കൂല. ടു ദ പോയിന്റ്. മനസ്സിലായോ?